കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ഒരു തെന്നാലിരാമൻ കഥ കേട്ടാലോ? കഥയുടെ പേര് തെന്നാലിരാമൻ്റെ പൂച്ച. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ. ഒരിക്കൽ എലികളുടെ ശല്യം കൊണ്ട് വലഞ്ഞ തെന്നാലിരാമൻ ഒരു പൂച്ചയെ വാങ്ങി വളർത്താൻ തീരുമാനിച്ചു. അങ്ങനെ രാമൻ ഒരു മിടുക്കൻ പൂച്ചയെ കണ്ടെത്തി. പൂച്ച എത്തിയതോടെ വീട്ടിലെ എലിശല്യം അവസാനിച്ചു. രാമൻ സന്തോഷവാനായി. എന്നാൽ പുതിയൊരു പ്രശ്നം തുടങ്ങി. വേറൊന്നുമല്ല, എലികൾ ഉണ്ടായിരുന്നപ്പോൾ പൂച്ചയ്ക്ക് ഭക്ഷണത്തിന് ഒട്ടും മുട്ടുണ്ടായിരുന്നില്ല. എലികൾ തീർന്നതോടെ കാര്യം കുഴപ്പമായി. പൂച്ചയ്ക്ക് വിശപ്പ് തീരാതെയായി. അവൻ അടുത്തുള്ള വീടുകളിലേക്ക് ഭക്ഷണം തേടി നടപ്പായി. രാമൻ്റെ തൊട്ടടുത്ത് ഒരു പ്രഭു താമസിച്ചിരുന്നു. പൂച്ച അവിടെയും എത്തി. പ്രഭു ഓമനിച്ച് വളർത്തിയിരുന്ന കിളിയായിരുന്നു പൂച്ചയുടെ കണ്ണ്. അതിനെ പിടിച്ചു തിന്നാനായി പൂച്ചയുടെ ശ്രമം. കുറച്ച് ദിവസത്തെ ഫലശ്രമമായി ഒടുക്കം പൂച്ച കാര്യം സാധിച്ചു. അവൻ ആ കിളിയെ പിടിച്ച് ശാപ്പിട്ടു. പ്രഭുയ്ക്ക് ദേഷ്യവും സങ്കടവും അടക്കാനായില്ല. അവർ പ്രഭുവിനോട് ആ പൂച്ചയെ എങ്ങനെയെങ്കിലും കൊന്നേ പറ്റൂ എന്ന് തീർത്തു പറഞ്ഞു. ഒടുവിൽ പ്രഭു പൂച്ചയെ പിടികൂടി. പൂച്ചയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ തെന്നാലിരാമൻ അതിനെ കൊല്ലാതെ വിടണമെന്ന് പ്രഭുവിനോട് അഭ്യർത്ഥിച്ചു. ഈ പൂച്ച എനിക്ക് വളരെയധികം ഉപകാരമുള്ളതാണ്. അത് നന്നായി എലിയെ പിടിച്ചു കൊല്ലും. നിങ്ങൾക്കെല്ലാവർക്കും അതിൻ്റെ ഗുണമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിനെ കൊല്ലാതെ വിടണം. പിന്നെ എലിയെ കൊല്ലാൻ ഈ കള്ളപ്പൂച്ചയെ ഞാൻ വെറുതെ വിടണമെന്നല്ലേ? അത് നടക്കില്ല. പൂച്ചയൊന്നുമില്ലാതെ എലിയെ പിടിക്കാൻ എനിക്കറിയാം. വേണമെങ്കിൽ തനിക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. പ്രഭു രാമനെ പരിഹസിച്ചു. എന്നു മാത്രമല്ല, ആ പൂച്ചയെ അയാൾ തല്ലിക്കൊന്നു കളഞ്ഞു. രാമന് വളരെയധികം വിഷമമായി. ദുഷ്ടനായ പ്രഭുവിനെ ഒരു പാഠം പഠിപ്പിക്കാൻ രാമൻ തീരുമാനിച്ചു. കുറേ ദിവസങ്ങൾക്ക് ശേഷം പ്രഭുവിന് ഒരു സമ്മാനപ്പെട്ടി കിട്ടി. ഏതെങ്കിലും സുഹൃത്തുക്കൾ അയച്ചതായിരിക്കും എന്ന് കരുതി പ്രഭുവും അത്യധികം ആകാംക്ഷയോടെ പെട്ടി തുറന്നു. പെട്ടി തുറന്നതും അതിനുള്ളിൽ നിന്ന് കുറേ എലികൾ പുറത്തു ചാടി. നിമിഷങ്ങൾക്കകം വീട് എലികളെ കൊണ്ട് നിറഞ്ഞു. വീട് മുഴുവൻ എലികൾ പരക്കം പായാൻ തുടങ്ങി. പ്രഭുവും ഭയന്നുപോയി. ഇതാണ് തങ്ങളോട് ഈ ചതി ചെയ്തത് എന്നറിയാൻ പ്രഭു പെട്ടിക്കുള്ളിലേക്ക് നോക്കി. അതിനുള്ളിൽ ഒരെഴുത്തുമുണ്ടായിരുന്നു. ബഹുമാന്യ സുഹൃത്തെ, താങ്കൾക്ക് പൂച്ചയില്ലാതെ എലിയെ പിടിക്കാൻ വിദ്യ വശമുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ വിദ്യ പരീക്ഷിക്കാനും പിന്നെ അന്ന് പറഞ്ഞതുപോലെ എന്നെ പഠിപ്പിക്കാനും ഒരവസരമാണ് ഞാൻ താങ്കൾക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. പരീക്ഷിച്ച് വിജയിച്ച ശേഷം എന്നെയും പഠിപ്പിക്കുമല്ലോ എന്ന് സ്വന്തം രാമൻ. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.